ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കുഞ്ഞ് മണ്ടാല ആർട്ട് വരക്കാം അല്ലേ. ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് വരക്കുന്ന ചിത്രങ്ങൾ കുറച്ചെണ്ണം ഉണ്ട് കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ ഫേവറേറ്റ് ആയിട്ട് അത്രയും സമയം ഇരുന്ന് അതിന് വേണ്ടി മെനക്കെട്ട് വരക്കുന്ന കുറച്ച് ചിത്രങ്ങളുണ്ട്. അങ്ങനെ ഒരു ചിത്രത്തിൽ പെടുന്ന ഒന്നാണ് കേട്ടോ ഇത്. എനിക്കിതിൻ്റെ ആദ്യമായിട്ട് ഓർഡർ വരുന്ന സമയത്ത് അന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഈ മനുഷ്യൻ്റെ ഫിഗർ വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫേസ് എല്ലാം വരക്കുന്ന സമയത്ത് കണ്ണൊന്നും വരക്കാൻ എനിക്ക് കിട്ടൂല. ഇതിപ്പം ബാക്ക് പോർഷൻ ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ഫേസ് എല്ലാം വരുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വരക്കാൻ. അതുകൊണ്ട് ഞാൻ ആ മേഖലയിൽ അധികം കൈവച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മണ്ടാല ആർട്ട് ഞാൻ അധികം ചൂസ് ചെയ്തത്. എങ്കിൽ പോലും എനിക്ക് ഈ ചിത്രത്തിൻ്റെ ഓർഡർ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിന്. പക്ഷെ ഞാൻ അത്രയും തോന്നുന്നു എനിക്ക് വരച്ചതിൽ വെച്ചിട്ട് കുറച്ചും കൂടി നല്ല ആസ്വദിച്ച് വരച്ച ഒരു ചിത്രമാണ് കേട്ടോ ഇത്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ചെറിയ ചിത്രമാണ്, പിന്നെ നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാനും പറ്റും. പോരാത്തതിന് കളറും കൂടി ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നല്ലൊരു ഫിനിഷിങ് ആണ് ചിത്രത്തിന് കിട്ടലേ. ഞാൻ ഇന്ന് റെഡും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ മണ്ടാല ആർട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ എടുക്കുന്ന കോംബോ എന്ന് പറയുന്നത് ഒന്നുകിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇല്ലെങ്കിൽ അതിനൂടെ റെഡും കൂടി ആഡ് ചെയ്യും കേട്ടോ. നമ്മൾ ഈ ബ്ലാക്കും റെഡും എടുക്കുന്ന സമയത്ത് അത് വല്ലാത്തൊരു കോമ്പിനേഷനാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞാൽ പിന്നെയും മണ്ടാല ആർട്ടിന് കോമ്പിനേഷൻ കളർ കിട്ടുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ കാണുന്നവരിൽ കുറച്ച് പേരുടെ ലൈഫിലെങ്കിലും ഉണ്ടാവുമല്ലേ, അത്രയും നല്ലൊരു അതിഥി കടന്നു വന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിന്ന് ഈ ചിത്രം വരച്ചത്. ഞാൻ എൻ്റെ കാര്യമല്ല, നിങ്ങളെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ചിത്രം വരച്ചത്. അങ്ങനെ കാണുന്നവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കെല്ലാം ചെയ്തിട്ട് പോകണം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയലുണ്ട്, നിങ്ങൾക്ക് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വരച്ച് നോക്കാൻ ട്രൈ ചെയ്യണേ. ഇനി നമ്മൾ റെഡ് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഡ്രസ്സിൽ ഫുൾ റെഡ് കളറാണ് കൊടുക്കുന്നത്. നമ്മൾ ഈ ചിത്രം ഇങ്ങനെ പ്ലെയിൻ ആക്കി വെക്കുന്നതിനെക്കാട്ടും കൂടുതൽ ആ റെഡും കൂടി കൊടുക്കുന്ന സമയത്താണ് കേട്ടോ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഭംഗി വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഈ ചിത്രം വരക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ ചിത്രമാകുമ്പോൾ ഇതിന് ശരിക്കും ഭംഗി ഉണ്ടാവുമെന്ന്. പക്ഷേ നമ്മൾ വരച്ചെടുക്കുന്ന ഒരു ചെറിയ ചിത്രമാണെങ്കിൽ പോലും ഇതിന് വല്ലാത്തൊരു ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ടാണ് ഫസ്റ്റത്തെ ഓർഡർ വരുന്ന സമയത്ത് ഈ ചിത്രം വരച്ചെടുക്കാൻ തുടങ്ങിയത്. അതിന് ശേഷം എനിക്ക് തോന്നുന്നു 2-3 ഓർഡർ ഈ ചിത്രത്തിൽ എനിക്ക് വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനത്തെ ചിത്രം ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നിപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ക്രാഫ്റ്റ് എല്ലാം ചെയ്തു തരാമെന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു ചിത്രവും കൂടി വരക്കണം എന്ന് തോന്നിന്. ഞാൻ അതിനൊരു ചെറിയ ബോർഡർ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ ഫ്രെയിമെല്ലാം ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ചിത്രത്തിൻ്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് ഫ്രെയിം ആക്കുക, കുഞ്ഞു ഫ്രെയിം ആക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഫ്രെയിം ചെയ്ത് വെച്ചാലും നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഒന്ന് ലൈക്കെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.